ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇത് ഞങ്ങളുടെ സെർബിയൻ യാത്രയുടെ 4ാമത്തെ ദിവസം. അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ബെൽഗ്രേഡിൽ നിന്ന് ഏതാണ്ട് ഒരു 70 കിലോമീറ്റർ അകലെയുള്ള ഒരു നോവി സാഡ് എന്ന ഒരു പട്ടണം സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം. പോകുന്ന വഴി ഒരു 2-3 സ്ഥലങ്ങളുണ്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ടുള്ളത്. അതായത് ഒരു മൊണാസ്ട്രി, പിന്നെ ഒരു പുരാതനമായ ഒരു ഗ്രാമം, പിന്നെ ഒരു ഫോർട്ട്. ഇത് മൂന്നുമാണ് നോവി സാഡ് എത്തുന്നതിന് മുമ്പ് സന്ദർശിക്കാനുള്ള സ്ഥലങ്ങൾ. പട്ടണം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പോലെ തന്നെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ മൈതാനങ്ങളാണ്, പുൽമൈതാനങ്ങൾ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ കൃഷിയിടങ്ങളുമുണ്ട് ആ പോകുന്ന വഴിയിൽ. ചോള കൃഷിയാണ് അതിൽ മെയിനായിട്ടുള്ള ഒന്ന്. അന്ന് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അതുവരെയുള്ള ഒരു ട്രാവൽ ഏജൻസി നിന്നൊരു വണ്ടി വാടകയ്ക്ക് എടുത്തു. കൂടാതെ തന്നെ അവരൊരു ഗൈഡിനെ പ്രൊവൈഡ് ചെയ്തു, ഒരു മിസ്റ്റർ ഒലിവർ. പുള്ളിയായിരുന്നു അന്നത്തെ ദിവസം ഞങ്ങളുടെ ഗൈഡ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മൾ പോകുന്ന വഴി ഫസ്റ്റ് വരുന്നത് ഒരു മൊണാസ്ട്രിയാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന മൊണാസ്ട്രിയുടെ പേര് കുസേഡോൾ മൊണാസ്ട്രി എന്നാണ്. 16ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു മൊണാസ്ട്രിയാണത്. അതായത് 1509 അതിൻ്റെ പണി തുടങ്ങുന്നത്. 1514 അത് പ്രവർത്തനം ആരംഭിച്ചു. വടക്കൻ സെർബിയയിലുള്ള വോയ്വോഡിന പ്രവിശ്യയിലാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. അതിനകത്തൊരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ചർച്ചാണ് ഉള്ളത്. വളരെ ആൾതാമസമുള്ള സ്ഥലമൊന്നുമല്ല ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും ചെറിയ കുറച്ച് വീടുകൾ, അതായത് വിരലുണ്ടാകുന്ന വീടുകളെല്ലാം അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ആ മൊണാസ്ട്രിയുടെ ഗേറ്റ്. അതായത് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ആകൃതിയിലാണ് ഈ ഗേറ്റ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് പുതിയ ഗേറ്റാണ്, അധികം കാലമൊന്നായിട്ടുള്ള പണി കഴിപ്പിച്ചിട്ട് 2009 ഈ ഗേറ്റിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. വളരെ വിസ്തൃതമായ ഒരു ഏരിയയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മൊണാസ്ട്രി. കുറേ കൃഷിയിടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളതെല്ലാം അതിൻ്റെ ബാക്ക് സൈഡിലേക്കാണുള്ളത്, അങ്ങോട്ട് എൻട്രി പെർമിറ്റഡ് അല്ല. ഇതാ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഉള്ള അതിൻ്റെ ഫ്രണ്ടേജ് ആണ് ആ മൊണാസ്ട്രിയുടെ. വളരെ മനോഹരമായ ഒരു സ്ഥലം, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള. അന്നാണെങ്കിൽ നല്ല തണുപ്പും പിന്നെ അത്യാവശ്യത്തിന് മഞ്ഞും ഒക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റും. 1-2 ദിവസം താമസിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് തരും. അതായത് ഒരു ടൂറിസ്റ്റായിട്ട് താമസിക്കാനല്ല, ഒരു ആത്മീയമായി അവിടെ പോകുന്ന ആൾക്കാർക്കെല്ലാം 1-2 ദിവസം താമസിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു തരുന്നതാണ്. അതിന് വാടകയല്ല, എന്തോ ഡൊണേഷൻ പോലെ എന്തോ ആണ് അവർക്ക് കൊടുക്കേണ്ടത്. എത്ര ഇരുന്നാലും മതി വരാത്തൊരു ഭയങ്കര സുന്ദരമായ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇതാണ് ഓർത്തഡോക്സ് ചർച്ചിലേക്കുള്ള എൻട്രൻസ്. അതിൻ്റെ മെയിൻ ഗേറ്റാണിത്. അതിലേക്ക് ക്യാമറ അലൗഡ് അല്ലാത്ത കാരണം അതിനകത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വളരെ മനോഹരമായ പെയിന്റിങ്സ് ഉണ്ട് അതിനകത്ത്. അവിടുത്തെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ വരച്ചിട്ടുള്ള പെയിന്റിങ്സ്. അതിൽ 2-3 ലോകപ്രസിദ്ധമാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇതെല്ലാം അതിനോടനുബന്ധിച്ചുള്ള ബിൽഡിങ്ങുകളാണ്. ഇതിനകത്ത് തന്നെ വളരെ വിപുലമായൊരു ലൈബ്രറി ഉണ്ട്. അവിടെയുള്ള പല സ്കോളേഴ്സും വന്ന് റെഫറൻസിന് ഉപയോഗിക്കുന്ന
വളരെ വളരെ ബൃഹത്തായ തന്നെ ഒരു ലൈബ്രറി ഈ മൊണാസ്ട്രിയിലുണ്ട്. ഇതവിടെയുള്ള അതിൻ്റെ സ്ഥാപകരായിട്ടുള്ള മോങ്സിൻ്റെ കബറിടങ്ങളാണ് ഇതെല്ലാം. ചില കൃഷിയിടങ്ങളിലേക്കൊന്നും നമുക്ക് അലൗഡ് അല്ല. അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒരു ഗേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഏക്കർ കണക്കിന് സ്ഥലമാണ് അവിടെ ഉള്ളത്. അവർ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് ഈ പംകിനും ചില്ലി, അതുപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട് അവരുടെ. അവിടുത്തെ ഒരു വൈദികനാണ് നടന്നു പോകുന്നത്. പുള്ളിയുടെ നേരെ ക്യാമറ തിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ പുള്ളിയെ ചിത്രീകരിക്കാനും കഴിഞ്ഞില്ല. അധികം വൈകാതെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഞങ്ങളുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ഒരു പുരാതനമായ പട്ടണമാണ്. 18-ാം നൂറ്റാണ്ടിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സെറ്റിൽമെൻ്റ് ആണത്. ആക്ച്വലി ഓസ്ട്രിയൻസ് ആണ് സെറ്റിൽമെൻ്റ് അവിടെ രൂപീകരിച്ചത്. സ്ക്രംസ്കി കാർലോസ്കി എന്നാണ് അതിൻ്റെ പേര്. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നറിയില്ല. അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുള്ളത് വായിക്കുമ്പോൾ ഏതാണ്ട് ഇങ്ങനെയാണ് വരിക. ഞാൻ പറഞ്ഞ പോലെ 18-ാം നൂറ്റാണ്ടിലാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. അവിടെ ആകെ ജനസംഖ്യ എന്ന് പറയാനായിട്ട് ആകെ 8750 പേരേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട്. ഇപ്പോഴത്തെ വെച്ചാൽ 2011 അവസാനത്തെ സെൻസസ് അവിടെ എടുക്കുന്നത്. അതിൻ്റെ കണക്ക് വെച്ചിട്ട് ആകെ 8750 പേരാണ് അവിടുത്തെ പോപ്പുലേഷൻ. അവിടെ പ്രധാനമായിട്ടുള്ളത് ഒരു കോർട്ടുണ്ട്, ഒരു കോർട്ട് ബിൽഡിംഗ് ഉണ്ട്, പിന്നെ ഒരു ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്. ചർച്ചല്ല, കാത്തഡ്രലാണ് ബിഷപ്പുള്ള സ്ഥലം. പിന്നെ ഒരു റോമൻ കാത്തലിക് ചർച്ച് ഉണ്ട്, ഹോളി ട്രിനിറ്റി എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഒരു ചാപ്പലുണ്ട്, ചാപ്പൽ ഓഫ് പീസ്. ഇതൊക്കെയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ. പിന്നെ 1-2 പഴയ സ്കൂളുകളുണ്ട്. അതായത് ഈ മതപഠനം എല്ലാം നടത്തുന്ന 1-2 സ്കൂളുണ്ട് അവിടെ. വളരെ മനോഹരമായിട്ടുള്ളൊരിത്. ഈ കാണുന്ന ബിൽഡിങ്സ് എല്ലാം 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും പണി കഴിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ഒരു കൺസ്ട്രക്ഷൻ പോലും അവിടെ പെർമിഷൻ കൊടുത്തിട്ടില്ല. പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയുള്ള ഒരു വൈനറി സന്ദർശിച്ചു. ഒരു വൈൻ യാർഡും സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ വൈൻ യാർഡൊക്കെ വളരെ ഫേമസ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വൈൻ യാർഡെല്ലാം ഇതാണ്, ക്ലോസ്ഡ് ആണ്, നമുക്കവിടെ കാണാൻ പറ്റില്ല. ഇത് അവിടെയുള്ള ഒരു വൈനറിയാണ്. അവർ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വൈനുകളാണ് ഈ കാണുന്നതെല്ലാം. അവിടെ ഞങ്ങൾക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടി. I think our Vervet, every winery here has their own recipe and keep it as a secret. But this one is the best Vervet in Serbia. The most, we have the greatest number of awards. And we were the first to commercialize making Vervet 30 years ago. So Kish Vervet is the most famous of all, I think. Kish. Yes. It has 24 different herbs and spices. It has 17% alcohol. അവരുടെ വളരെ വിശേഷപ്പെട്ട പ്രൊഡക്ട്സ് എന്ന് സൂചിപ്പിച്ച ഒരു വൈറ്റ് വൈനും ഒരു റെഡ് വൈനും ഞങ്ങളവിടുന്ന് ടേസ്റ്റ് ചെയ്തു. മറ്റേ വൈനുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല മധുരമുള്ള വൈൻ, മുന്തിരി ജ്യൂസ് കുടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഒരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിസിറ്റാണ് ഈ വൈനറി വിസിറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ളവർക്ക് തരാൻ വേണ്ടിയിട്ട് അവർ വെച്ചിട്ടുള്ളതെന്ന് പറയും നല്ല മധുരമുള്ള വൈനുകൾ. വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ആ ടൂർ പാക്കേജിൻ്റെ ഭാഗമാണ് ഈ ഒരു വൈനറി വിസിറ്റ്. അതുകൊണ്ട് അവിടെ സന്ദർശിക്കുക, വൈനുകൾ ടേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇറങ്ങി വരിക. ഇത്രയേ ഉള്ളൂ. ഒരു ടൂറിസ്റ്റ് പ്ലേസ് സന്ദർശിക്കുന്ന ഒരു ഇത്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ പെട്രോവാഡിയൻ ഫോർട്ടിലേക്ക്, ഡാന്യൂബിൻ്റെ കരയിലുള്ള പെട്രോവാഡിയൻ ഫോർട്ട്, അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അടുത്തൊരു വ്ളോഗുമായിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.